ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിന്ന് ജ്യോതിഷ സംബന്ധമായും ഹിന്ദു ആചാര സംബന്ധമായും പറയുന്ന ചില കാര്യങ്ങൾ ഇവിടെ പറയാൻ ഇന്നത്തെ എൻ്റെ വിഷയം. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഒരു ദുരാത്മാവും നിങ്ങളെ അടുക്കില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഒരു ദുരാത്മാവും നിങ്ങളിൽ അടുക്കില്ല. ദുരാത്മാക്കളെയല്ല, ഒരു ആത്മാക്കളെയും നമ്മൾക്ക് കണ്ടറിയാൻ പറ്റിയെന്ന് വരില്ല, ഇല്ലേ? ദുരാത്മാവിനെ മാത്രമല്ല, ഒരാത്മാവിനെ നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. പല ആത്മാക്കളും ഭൂമിയിൽ ചുറ്റിത്തിരിയുന്നുണ്ട്. ഗതികിട്ട ആത്മാക്കളായിട്ടാണ് അത് നടക്കുന്നത്. പല ആത്മാക്കളും ഭൂമിയിൽ ചുറ്റിത്തിരിയുന്നത് ഗതികിട്ട ആത്മാക്കളായിട്ടാണ് നടക്കുന്നത്. ഇവരിൽ ചിലരുടെ അടുത്തു കൂടും. നിങ്ങൾ ഗരുഡ പുരാണം ഒന്ന് വായിച്ച് നോക്കണം. ഗരുഡ പുരാണം ഒന്ന് വായിക്കണം. അതിൽ ആത്മാക്കളെ പറ്റി പറയുന്നുണ്ട്. ഗരുഡ പുരാണത്തിൽ, ഹിന്ദു പുരാണമായ ഗരുഡ പുരാണത്തിൽ ആത്മാക്കളെ പറ്റി പറയുന്നുണ്ട്. ചിലരെ പിടികൂടുന്ന ആത്മാക്കൾ ഒരുവനിൽ പല ക്രിയകളും നടത്തും. അവരുടെ പ്രവൃത്തിയും ചേഷ്ടകളും ആ പ്രേതത്തിൻ്റെതായിരിക്കും. ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ ദിവസവും പറ്റിയില്ലെങ്കിൽ 2 നേരം അല്ലെങ്കിൽ രാവിലെ 1 നേരമെങ്കിലും ഓം നമ ശിവായ എന്ന് 108 പ്രാവശ്യം നിങ്ങളൊന്ന് ജപിക്കണം. ഇങ്ങനെ ഒന്നും വരാതിരിക്കാൻ, അതായത് ഈ ഒരു ദുരാത്മാക്കളും നിങ്ങളിൽ അടുക്കാതിരിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓം നമ ശിവായ എന്ന് 108 പ്രാവശ്യം നിങ്ങൾ അത് ചൊല്ലണം. അതുപോലെ നാരായണായ നമ എന്ന് 108 പ്രാവശ്യം ജപിക്കണം. നാരായണായ നമ എന്നും ഓം നമ ശിവായ എന്നും 108 പ്രാവശ്യം വീതം ഒരു ദിവസം നിങ്ങൾ ജപിക്കണം. കൂടാതെ നവഗ്രഹ സ്തോത്രം 9 പ്രാവശ്യമെങ്കിലും ചുരുങ്ങേണ്ട ഒരു ദിവസം ചൊല്ലണം. നവഗ്രഹ സ്തോത്രം ഒരു ദിവസം 9 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലിയിരിക്കണം. ഒരു ബാധ പ്രേത പിശാചുക്കളും നിങ്ങളിൽ പിന്നെ അടുക്കില്ല. ഈ നിസ്സാര കാര്യം മതി. അല്ലാണ്ട് അതിനു വേണ്ടി വേറെ കുറേ പൂജകളും വഴിപാടുകളും ഒന്നും നടത്തേണ്ട കാര്യമില്ല. സാക്ഷാൽ പരമശിവനെയും വൈകുണ്ഠനാഥനായ വിഷ്ണു ഭഗവാനെയും, അതായത് നാരായണനെയും നിങ്ങൾ മനസ്സാ അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു ദുരാത്മാക്കളും നിങ്ങളിൽ അടുക്കില്ല. ഇതൊന്നും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, നിങ്ങളത് ശ്രദ്ധാപൂർവം ശരീരശുദ്ധിയോടുകൂടി ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലമുണ്ടാകും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എവിടെയും പോയി വരാം. ഒരു ദുരാത്മാക്കളും നിങ്ങളെ അടുക്കില്ല. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു.